നമുക്കറിയാവുന്ന ഞാനിൽ നിന്ന് നമുക്കറിയാത്ത ഞാനിലേക്ക് എത്ര ചുവടുകളുണ്ട്? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നോയിങ് സെൽഫ് ഈസ് എ ജേർണി ഫ്രം ലിമിറ്റഡ് ഐഡന്റിറ്റി ടു എക്സ്പാൻസീവ് അവയർനെസ്. എന്താണ് ആത്മം അഥവാ സ്വം? അതിന് നമ്മൾ പരിശോധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്കറിയാവുന്ന ആത്മം എന്താണ്? അതൊരു വലിയ യാഥാർത്ഥ്യത്തിന്റെ ഭാഗം മാത്രമായിരിക്കുന്നത് എങ്ങനെയാണ്? ആത്മത്തിന്റെ വിവിധ മാനങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മയാനം എന്നുള്ള ആ ഒരു പ്രോസസ്, ആ ഒരു യാത്രാപാത്രം എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ യാത്രയുടെ രീതികളെ കുറിച്ച് സംസാരിച്ചെങ്കിലും അതിന്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ ചെന്നിട്ടില്ല. ഇപ്പോ ആത്മയാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ആത്മമാണല്ലോ. അപ്പൊ എന്താണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകുവാൻ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമുക്കറിയുന്ന ഒരു ഞാനുണ്ട്, ആത്മം എന്നുള്ളൊരവസ്ഥയുണ്ട്. അറിയാത്ത ഒരു ഞാനിലേക്ക് എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോ ആദ്യമേ നോക്കേണ്ടത് നമുക്ക് അറിയാവുന്ന ആ ഞാനെന്ത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് എന്ത് പറയുമ്പോഴും, ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എന്നുള്ള ഒരു ബോധം നിങ്ങളിലേക്ക് ഉണ്ടായി. ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്റെ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ശരീരത്തെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, മറ്റെന്തൊക്കെയോ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ രഹസ്യമാക്കി നമ്മൾ വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പരസ്യമായ ചില കാര്യങ്ങൾ, നമ്മൾ തൊട്ടറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനമാകുന്നത് ഞാൻ എന്നുള്ള ബോധമാണ്. ഇപ്പോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബപരമായ ഒരു ആരാധനാലയത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നിരിക്കട്ടെ. അതുവരെ വ്യക്തി ജീവിതത്തിൽ നിന്നിരുന്ന ഒരാൾ നമ്മളെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ സമയത്ത് പിന്നെ ഞങ്ങൾ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. വീട്ടിലൊരു പ്രശ്നം, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കട്ടെ, അപ്പൊ നമ്മുടെ സ്വത്വബോധം ഉണർന്നിട്ട് നമ്മൾ കുടുംബത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടാണ് വർത്തമാനം പറയുക. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഞാനൊരു ചെറിയ ഇടവഴിയിലൂടെ യാത്ര ചെയ്യാണ്, ചെറിയൊരു ഭാഗം, ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതിലൂടെ നടന്നു പോവുകയാണെന്നിരിക്കട്ടെ. ആ നടന്നു പോകുന്ന ഭാഗത്ത് എന്റെ ശരീരം തട്ടിക്കാതെ മുട്ടിക്കാതെ കൊണ്ടുപോകുവാനുള്ള ഒരു ബോധം എനിക്കുണ്ടാവും. ഞാൻ ആ ഇടവഴി കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാറിലേക്ക് കയറി കഴിയുമ്പോൾ കാറിന്റെ ഡോറ് തുറന്ന് ഡ്രൈവറുടെ സീറ്റിലേക്ക് ഇരുന്ന് കാർ അടച്ചു കഴിയുന്നതോടുകൂടി ഞാൻ എന്നുള്ളത് ഈ കാറോളം വലുപ്പത്തിലാവും. അത് മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ആ ഒരു ഗ്യാപ്പ് ഞാൻ കണ്ടിരിക്കും. ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ഈ കാറിന് കയറി പോകാവുന്ന വഴിയിലൂടെ ഞാൻ കയറി പോകുകയുള്ളൂ. അപ്പോ ഞാൻ എന്നുള്ള എന്റെ ശരീരത്തിന്റെ പരിമിതി കാറിന്റെ സൈസിലേക്ക് നമ്മൾ വളർത്തും. ഇതുപോലെയാണ് ഞാൻ ബോധം നമ്മളിൽ നിൽക്കുന്നത്. നമ്മുടെ ശരീരത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഞാനിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഞാനെന്നുള്ള ബോധമുണ്ടല്ലോ, ഈ ഞാനെന്നുള്ള ബോധം നമുക്ക് അറിയാവുന്നത് വെച്ചിട്ടാണ്. ഇപ്പൊ ഒരാള് ഞാൻ ഇന്നയാളുടെ മകനാണ് എന്നൊക്കെ കരുതി വളർന്നു വരുന്നു. കുറെ പ്രായമായി കഴിഞ്ഞിട്ടാണ് അയാൾ തിരിച്ചറിഞ്ഞത് അയാള് ഈ തന്റെ അച്ഛനും അമ്മയും തന്നെ അഡോപ്റ്റ് ചെയ്തതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്വത്വബോധം മുഴുവൻ തകരാറിലാവും. ഞാൻ ഇല്ല എന്നുള്ളൊരവസ്ഥയ്ക്ക് എത്തും. കാരണം എന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ എന്റെ ഇപ്പോൾ കണ്ടിരിക്കുന്ന മാതാപിതാക്കളാണെന്ന് അറിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇതല്ല, ഞാൻ ഈ പൈതൃകത്തിൽ പെട്ടതല്ല എന്നറിയുന്ന സമയത്ത് താൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ താൻ വെറും ഒരു ശരീരം മാത്രമാണ്, ഒരു മെഷീൻ മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോ ഞാൻ ബോധം എന്നുള്ളത് തന്നെ നമ്മുടെ പൈതൃകവുമായിട്ടും നമ്മുടെ പശ്ചാത്തലവുമായിട്ടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. നമ്മുടെ സ്വന്തമെന്ന് കരുതിയിരിക്കുന്ന ഒരു ലാൻഡ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക, നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമ്പന്നതയുണ്ടല്ലോ, ആ സമ്പന്നതയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് പൊടുന്നതിന് നമുക്ക് ഈ ഒരു ബോധ്യം വരിക. അപ്പോ ഞാനെന്ന് പറയുന്നത്
ഈ എന്റെ ശരീരം മാത്രമല്ല, ഞാൻ ബോധം മാത്രമല്ല, എന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ്, എന്റെ സ്വത്തുവകകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതിന്. അവിടെയെല്ലാം നിൽക്കുന്നത് ഞാൻ എന്ന ബോധമാണ്, ഞാൻ എന്നുള്ള വിളിക്കുന്ന ബോധമാണ്. ആ ഞാൻ ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെ അളക്കുന്നത്. ആ ഞാൻ ബോധമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ സമയത്ത് വിഷയപരമായിട്ട് പറഞ്ഞ ഒരു ഞാനുമുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കുറിച്ച് പറഞ്ഞ ഒരു ഞാനുമുണ്ട്. ആ ഞാൻ എന്നുള്ള ബോധമില്ലേ, അത് തന്നെയാണ് ആത്മ. അത് തന്നെയാണ് ആത്മ എന്ന് പറയുമ്പോൾ ഞാൻ അറിയുന്ന, നമുക്കറിയാവുന്ന ആത്മ. ഈ നമുക്കറിയാവുന്ന ആത്മ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ ഭാഗമാണ്, അതിന്റെ ഭാഗമാണ്, ഈ പൈതൃകമാണ്, ഈ തുടർച്ചയാണ്, എനിക്കിതെല്ലാം ഉണ്ട് എന്ന് പറയുന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഞാൻ. അതാണ് എനിക്കറിയാവുന്ന ആത്മം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്നതാണ്. അസ്വം എന്ന് പറയുന്നത്, എന്റേത് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്നതാണ്. ഇത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് ഞാൻ എന്നുള്ള ആ ബോധമുള്ളത്. അതിനെയാണ് നമ്മൾ അറിയാവുന്ന ആത്മം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് അറിയാവുന്ന ആത്മം എന്ന് പറയുന്നത്, ഞാൻ ബോധം എന്നുള്ളത് പൂർണ്ണമായ ഒരു ആത്മമാണോ? ശരിക്കും ഇപ്പോ എന്റെ മകൻ അല്ലെങ്കിൽ മകൾ, അവർക്ക് ഈ ഞാൻ ബോധം ഉണ്ട്, എനിക്കും ഞാൻ ബോധമുണ്ട്. അവർക്ക് ഇത് ഈ കുടുംബത്തിലെ അംഗമാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ എന്നാലും അവർ ഇൻഡിവിജ്വലാണ്. ഞാനും ഒരു ഇൻഡിവിജ്വലാണ്. അവരും ഞാനും ഈ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് അറിയാം. പക്ഷേ അവരെന്ന് പറയുന്നത് എന്റെ ഭാഗമാണ്, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഞാനാണ് എന്ന ബോധം എനിക്കുണ്ടാവും. എന്റെ മക്കൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. മക്കൾക്ക് എന്നോട് സ്നേഹം ഉണ്ടാവും, പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരാണെന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവില്ല. പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൂടായി, അത് അവരുടെ ധർമ്മമായിട്ട് അവർക്ക് ബോധ്യപ്പെടണമെന്നില്ല. കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കില്ല. എന്തുകൊണ്ടാ? കുട്ടികളുടെ ജീവിക്കുന്ന ഒരു തട്ടകമാണത് എന്നത് മാത്രമേ ഉള്ളൂ. അത് അവരുടെ മൊത്തം സ്വത്വത്തിന്റെ ഭാഗമായി വരുന്നില്ല. നമ്മൾക്കോ, കുട്ടി, അവർക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ, അവർക്ക് ഭാവിയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഞാൻ ബോധത്തിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞിനെ സംരക്ഷിക്കാനോ, കുഞ്ഞിനെ സ്നേഹിക്കാനോ, കുഞ്ഞിനെ ശാസിക്കാനോ ഒക്കെ നിൽക്കുന്നത്. അപ്പോ ഞാൻ എന്നുള്ളത് ഒരു വ്യക്തി എന്നുള്ള അവസ്ഥയിൽ നിന്നും കുടുംബസ്ഥൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ തന്നെ എന്റെ ഞാൻ ബോധം കുറെ കൂടെ വിപുലപ്പെട്ടു. ഞാനൊരു കുട്ടിയായിരുന്നു, ഒരച്ഛന്റെ അമ്മയുടെ മകനായിരുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും ഒരു കുടുംബസ്ഥനായി എന്ന് പറയുമ്പോൾ തന്നെ, എനിക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്നും കുറെ കൂടെ വിപുലപ്പെട്ടു. ആ വിപുലപ്പെടുന്നത് വരെ ഞാനത് അറിഞ്ഞിട്ടില്ല. ആ വിപുലപ്പെടുന്നത് വരെ ഞാനതിന്റെ പാർട്ടാണെന്ന് ഒരുപക്ഷെ യുക്തി കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും, അതിനും അപ്പുറത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ തനിക്ക് അതെല്ലാം വന്നു ചേരുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത്, അത് ഉള്ളിൽ നിന്നും വൈകാരികമായിട്ടുണ്ടാകുന്ന സമയത്ത്, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് വഴി നമുക്ക് ആ ബോധ്യം വരുന്നത് വഴി നമ്മൾ പുതിയൊരു ബോധതലത്തിലേക്ക് വരും. അപ്പൊ അതിനു മുമ്പ് ആ ബോധതലം എവിടെയായിരുന്നു? ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ വ്യക്തി എന്നുള്ളതിൽ നിന്നും കുടുംബസ്ഥനാകുമ്പോഴേക്കും തന്നെ നമ്മൾ അറിയാത്ത ഒരു ഞാനിലേക്ക് ഒരു വികാസം ഉണ്ടായില്ലേ? ഇതുപോലെ ഞാനൊരു സാമൂഹ്യ ജീവിയാണെന്ന് വരുമ്പോ, ഞാനൊരു പാരിസ്ഥിതിക ജീവിയാണെന്ന് വരുമ്പോ, ഞാനൊരു രാഷ്ട്രജീവിയാണെന്ന് വരുമ്പോ, ഞാനൊരു ഭൗമജീവിയാണെന്ന് വരുമ്പോഴൊക്കെ നമ്മുടെ വ്യക്തിയിൽ നിന്നും വിശാലതയിലേക്ക് ഒരു വികാസം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത് നമ്മുടെ ആത്മത്തിന്റെ വികാസമാണ്, നമ്മുടെ ജ്ഞാൻബോധത്തിന്റെ വികാസമാണ്. ഇത് പുറത്തേക്ക് പോകുമ്പോഴുള്ള വികാസം പറഞ്ഞല്ലോ. ഈ പുറത്തേക്കുള്ള വികാസത്തിനനുസരിച്ച് നമ്മുടെ ബോധത്തിന്, നമ്മുടെ ദൗത്യത്തിന്, ധർമ്മത്തിന്, നമ്മുടെ വാസനകൾക്കെല്ലാം അകത്ത് ഒരു വികാസമുണ്ട്. സത്യത്തിൽ നമ്മൾ ചിന്ത കൊണ്ട് നമ്മൾ പുറത്തേക്ക് വികസിക്കുമ്പോൾ ബോധം കൊണ്ട് അകത്തേക്ക് വികസിക്കുകയാണ് ചെയ്യുക. ബോധം പുറത്തു പോവുകയല്ല, ചിന്തയാണ് നമ്മൾ പുറത്തേക്ക് പ്രസരിക്കുക. ചിന്ത കൊണ്ടാണ് നമ്മൾ പുറത്തുള്ളതിനെല്ലാം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ബോധം അകത്തുനിന്ന് വികസിക്കുമ്പോൾ, അപ്പൊ ഒരു മരം മുളയ്ക്കുന്ന സമയത്ത് മരം എത്രത്തോളം ഉയരുന്നു അത്രത്തോളം വേരുകൾ അതിനനുസരിച്ച് ആഴത്തിലേക്ക് പോകും. അത്രത്തോളം ആഴത്തിലേക്ക് പോയി വേര് പിടിച്ചു നിൽക്കുമ്പോഴാണ് മുകളിലുള്ള നിൽക്കാൻ കഴിയുക. അതുപോലെ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ ലോകത്തേക്ക് വികസിക്കുന്നതിനനുസരിച്ച് അകത്ത് അത്രയേറെ വേരുകൾ പടർന്നിട്ടുള്ള ഒരു ബോധജാലിക ഉണ്ടായി വരും.
ആ ബോധജാലിക ഇപ്പോ ഒരു കാട്ടില് ഒരു മരം നിൽക്കുന്നു, അതിന്റെ വേരുകൾ ഇങ്ങനെ പടരുമ്പോ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മരത്തിന്റെ വേരുകളും ഇതിന്റെ ഇടയിലൂടെ പകർന്നാ നിൽക്കുക. ഇവയെല്ലാം കൂടെ ഒരു സിംബയോസിസ് അവിടെ ഉണ്ടാവും. ഇന്നലെ വർഗീസേട്ടൻ പറഞ്ഞ പോലെ ഒരു സിനിക്കോളജി അവിടെ ഉണ്ടായി വരും. ആ സിനിക്കോളജിയിൽ നിന്നുകൊണ്ടാണ് ഈ മരങ്ങളെല്ലാം നിൽക്കുന്നത്. ഇതുപോലെ നമ്മുടെ ബോധവും ചിന്ത കൊണ്ട് വികസിക്കുന്ന ബാഹ്യലോകത്തിന് തത്തുല്യമായ രീതിയിൽ അകത്ത് ബോധത്തിന്റെ ഒരു സിനിക്കോളജി ഉള്ളിലുണ്ടായി വരും. ബോധത്തിന്റെ ഒരു പരസ്പരാനന്ദ ജാലിക, ഒരു പരസ്പരാനന്ദ ആയിട്ടുള്ള ഒരു ഇക്കോളജി, സിൻക്രൈസ്ഡ് ആയിട്ടുള്ള ഇക്കോളജി ഉള്ളിലുണ്ടായി വരും. ഇത് എന്റെ അഹംബോധവും എന്റെ കൂടെ നിൽക്കുന്ന ഒരാളുടെ അഹംബോധവും ഞാനായിരിക്കുന്നിടത്തോളം ഈ സിൻക്രണൈസേഷൻ നടക്കില്ല. ഉള്ളിൽ ബോധവികാസം സംഭവിക്കുന്ന സമയത്ത്, പുറത്ത് ചിന്താപരമായ പ്രവൃത്തിപരമായ വികാസങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവ തമ്മിൽ, ഞാനും എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെയും ബോധതലങ്ങളെ ഇണയുന്ന ഒരവസ്ഥ നമുക്ക് ബോധിതമാകും. ആ സമയത്ത് ഞാൻ എന്നുള്ളൊരവസ്ഥയ്ക്ക് അപ്പുറത്ത് വികസിതമായ ഒരു വലിയ ബോധത്തിന്റെ ഭാഗം മാത്രമാണ് താൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെത്തും. അപ്പോ ഞാനെന്ന് അറിഞ്ഞു വെച്ചിട്ടുള്ള, നമുക്കറിയാവുന്ന ഞാനിനും അപ്പുറത്ത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പക്ഷെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ ബോധത്തിലേക്ക് നമ്മൾ വിപുലപ്പെടും. ആ വിപുലപ്പെടലാണ് നമ്മളിവിടെ ഈ ആത്മയാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടുന്ന് എവിടേക്കാണ് വിപുലപ്പെടുക? നമ്മൾ ആദ്യം അറിയുന്ന കാര്യം ഈ സ്പർശനീയമായ ഒരു ലോകമാണ്, അല്ലെ? നമുക്ക് സ്പർശിക്കാവുന്ന, നമുക്ക് തൊട്ടറിയാവുന്ന ഒരു ലോകം, ടാൻജിബിൾ വേൾഡ് എന്ന് പറയുന്നത്. ശരീരം, ഭൗതികമായിട്ടുള്ള അനുഭവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അത് കുഞ്ഞുങ്ങൾക്ക് അതാണ് ഉണ്ടാവുക, സ്പർശനീയമായ ഒരു ഞാൻ, അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഈ എന്റേത് എന്ന് പറയും. എന്തെങ്കിലും ഒരു സാധനം കിട്ടി, ഭക്ഷണം കിട്ടിയാൽ ഭക്ഷണത്തോടാണ് അത് ആദ്യം കാണിക്കുക. ഭക്ഷണം എന്റേത്, അമ്മ എന്റേത്, അച്ഛൻ എന്റേത്, എന്നോട് ഇഷ്ടപ്പെടുത്തി നിൽക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ എന്റേത്, എന്റെ ഉപകരണങ്ങൾ എന്റേത്. അങ്ങനെ ഈ പൊസസീവായിട്ട് നമ്മുടെ പൊസഷനിൽ വന്നു ചേരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടേത് എന്ന് പറയുന്ന ഒരു ഞാൻ ബോധത്തിലേക്ക്, എന്റെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ഞാൻ, ഐ ആണ്. രണ്ടാമത് മൈൻ എന്നുള്ളതാണ്. പിന്നെയാണ് ഈ നമ്മൾ ജീവിച്ച് മുൻപോട്ടുണ്ട്. കുട്ടി കളിച്ച് വളർന്നു മുൻപോട്ട് പോവുകയാണ്. ആ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പിലെയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ പ്രകൃതി ജീവനക്കാരാണ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണ്. നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നിർമ്മിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച്, മൈസെൽഫ് എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ വരും. ഞാൻ ഇതാണ്, കൺസ്ട്രക്റ്റഡ് സെൽഫ്, മൈസെൽഫ്. ആദ്യം ഐ ആണ്, ഞാൻ അത്രയേ ഉള്ളൂ. മറ്റേത് ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അത് നിർമ്മിതമാണ്, നമ്മൾ പലതും വെച്ച് ചേർത്തിട്ടുള്ളതാണ്. മാംസം കഴിക്കാത്ത ഞാൻ, മദ്യപിക്കാത്ത ഞാൻ, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട ഞാൻ, ഇവിടുത്തെ ഇന്ന കുലത്തിന്റെ അധിപനായിരിക്കുന്ന ആ ഒരു വർഗത്തിൽപ്പെട്ട ഞാൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മിത ആത്മത്തിലേക്ക് നമ്മൾ ഇപ്പൊ ഉണ്ടായി വന്നിട്ടുണ്ട്, അല്ലെ? അതിനുമപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആ അവസ്ഥയിലാണ് നമ്മൾ അതീതമായിട്ടുള്ള ഒരു അതീതമായിട്ടുള്ള ഒരു ആത്മത്തിലേക്ക്, ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു ആത്മത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വികസിക്കുക. ഞാൻ ഇവിടെ കരുതി വെച്ചിട്ടുള്ള, ഞങ്ങൾ സിദ്ധസാധകരാണ്, ഞാൻ യോഗ ചെയ്യുന്നവരാണ്, നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാത്തവരാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയ്ക്കും അപ്പുറത്ത് അതല്ലല്ലോ. മനസ്സും ശരീരവും കാണുന്ന ഈ പറയുന്ന ഒരവസ്ഥയ്ക്കും അപ്പുറത്ത് ഞാൻ മറ്റൊന്നുമായി ചേർന്ന് ഇഴുകുന്ന അവസ്ഥ, എന്നിലും എന്റെ കൂടെ നിൽക്കുന്നവരിലും അല്ലെ എന്റെ അയൽപക്കത്തുള്ളവരിലും പൊതുവായി നിൽക്കുന്ന ഒരു ബോധം, മനുഷ്യ ജീവന്റെ ഒരു ബോധം, മനുഷ്യ കുലത്തിന്റെ ഒരു ബോധം ഞങ്ങൾക്കിടയിൽ പിണഞ്ഞ് നിൽക്കുന്നില്ലേ? സിനിക്കോളജിയുടെ രൂപത്തിൽ സിൻക്രണൈസ്ഡ് ആയിട്ട് നിൽക്കുന്നില്ലേ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. അത് ചിന്തയല്ല, നമ്മൾ ഒരുപക്ഷെ ചിന്തയായിട്ട് വരാം, പക്ഷെ അത് അകത്ത് ഇതൊന്നുമല്ലാതെ തനിയെ ഫോം ആവുന്ന ഒരവസ്ഥയാണ്.
അതിലൂടെ പോകുമ്പോൾ അത് നമുക്ക് ഉണ്ടാവുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അകത്തെ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്വന്തമായിട്ട് സംവദിക്കാനായിട്ട് നമ്മൾ നിരന്തരം ശ്രമിക്കുന്ന സമയത്തും മാത്രം സംഭവിക്കുന്നതാണ്. പുറത്തെ ഒരു ലോകമുണ്ടല്ലോ, ആ പുറത്തെ ലോകവും ഞാനും രണ്ടല്ല എന്ന് പ്രാണനിലൂടെ നമ്മൾ കൊടുത്തും വാങ്ങിയും ഇത് രണ്ടല്ല എന്നുള്ള രീതിയിൽ തിരിച്ച് ബോധ്യമാകുന്ന ഒരു സമയത്ത്, ആ കാലത്ത് മാത്രമേ അതിലേക്കുള്ള ഒരു തുറവി, അതിലേക്കുള്ള ഒരു വികാസം ഉണ്ടാവുകയുള്ളൂ. ഈ അതീതമായ സ്വമ്മിലേക്ക്, ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു സ്വത്വത്തിലേക്ക്, ആത്മത്തിലേക്ക് നമ്മൾ വികസിക്കുകയുള്ളൂ. അങ്ങനെ അതിൽ പല ഘട്ടങ്ങൾ കടന്നിട്ട് നമ്മൾ അവസാനം നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഒന്നു തന്നെ. പരമമായിട്ടുള്ള ആ സ്വത്വം എന്ന് പറയുന്നത്, പരമമായിട്ടുള്ള സ്വം എന്ന് പറയുന്നത്, പരമമായിട്ടുള്ള ആത്മം എന്ന് പറയുന്നത്, പരമാത്മം എന്ന് പറയുന്നത് ഒന്നു തന്നെ. ഞാൻ അതാണ്, അത് മാത്രമാണ്. അത് നൽകിയിട്ടുള്ള നിർവഹണങ്ങളുടെ ഒരു ഉപകരണമായിട്ട് എന്റെ ശരീരം ഇവിടെ ഈ പ്രദേശത്ത് ഈ സ്ഥലകാല ഭവങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് ബോധ്യമാവണമെങ്കിൽ നിങ്ങൾ ഈ യാത്ര ചെയ്യുക വേണം. നിങ്ങൾ അതിലേക്ക് എത്തണം, നിങ്ങൾ അത് അനുഭവിക്കണം. അപ്പൊ അച്ഛനാവുക എന്നുള്ളത് ഒരു കുഞ്ഞിന് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അച്ഛനായി കഴിയുമ്പോഴേ അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുവരെ അച്ഛൻ എന്നുള്ളത് ഒരു സിനിമയിലെ കഥാപാത്രം എന്നതുപോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അച്ഛനായി കഴിയുമ്പോൾ നമ്മളത് അനുഭവിക്കുകയാണ്, നമ്മളതായിത്തീരുകയാണ്. അതായിത്തീരുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ചില സത്യങ്ങളുണ്ട്. അങ്ങനെ പരമമായ ആത്മത്തിലേക്ക്, പരമമായ സ്വമ്മിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോഴാണ് പരമസത്യമായിട്ടുള്ള ആ ഏകതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആത്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥയല്ല, മരണാസന്നനായിട്ടുള്ള ഒരാളിൽ ഉണ്ടാവുക. ഈ ആത്മത്തിനൊരു വികാസമുണ്ട്, സ്വാഭാവികമായിട്ടുള്ള ഒരു വികാസമുണ്ട്. ഈ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിനെ വളർത്താൻ ഉള്ള അറിവ് നമുക്ക് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുണ്ടാവുമ്പോൾ. നമ്മുടെ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ഈ വിവരം ഉണ്ടാവില്ല. ഈ നമ്മുടെ കുഞ്ഞുണ്ടാവുന്ന സമയത്താണ് കുഞ്ഞിനെ വളർത്തേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിക്കും ഈ അറിവ് അന്നുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ബോധവികാസത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ ബോധ്യം അന്നുണ്ടായിരുന്നെങ്കിൽ എന്നുണ്ടല്ലോ, ആത്മജ്ഞാനം അവിടേക്കാണ് എത്തിക്കുന്നത്. അത് നിങ്ങൾ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടുന്ന ആത്മബോധം മുൻപേ തന്നെ സാധനയിലൂടെയും തിരിച്ചറിവിലൂടെയും ചെന്ന് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ വികസിതാവസ്ഥയിൽ തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. സാക്ഷാത്കാരം നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. ജീവിതത്തിന്റെ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ ജീവിതത്തിൽ കൂടുതൽ കാലം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സ്വമ്മിന്റെ യാത്ര എന്ന് വെച്ചാൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെയുള്ള ആത്മത്തിന്റെ വികാസം എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഈ പഠനത്തിലൂടെ, ഈ അധ്യയനത്തിലൂടെ നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുടെ കുറച്ചുകൂടെ അപ്പുറത്ത് ചെല്ലുന്ന കാലത്തിനുള്ളിൽ നമ്മൾ ഈ ബോധ്യത്തിലേക്ക് വികസിക്കുക. ബുദ്ധി കൊണ്ട് വികസിക്കുക, അനുഭവം കൊണ്ട് വികസിക്കുക, അനുഭൂതി കൊണ്ട് വികസിക്കുക, ബോധം തന്നെ വികസിക്കുക, ജീവിതം തന്നെ, ധർമ്മം തന്നെ വികസിക്കുക. ആ വികാസത്തിലേക്കുള്ള യാത്രയാണിത്. അത് സ്ഥിരമായ ഒന്നല്ല, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കില്ല. നിങ്ങളിപ്പോ എവിടെങ്കിലും എത്തിയെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ബോധത്തിന്റെ ഉദയമുണ്ടായി നിങ്ങളൊരു പ്രത്യേക അവസ്ഥയിൽ എത്തിയെന്നിരിക്കട്ടെ, ആ എത്തിയ അവസ്ഥയിൽ അപ്പോഴും നിൽക്കില്ല, അത് പിന്നെയും വികസിക്കും. അപ്പോ അറിയുന്ന ഞാനിലേക്ക്, ഈ അറിയാത്ത ഞാനിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് അപ്പയാനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിയുന്ന ഞാനിൽ നിന്നും അറിയാത്ത ഞാനിലേക്ക്, ഈ ട്രാൻസെൻഡന്റൽ സെൽഫിലേക്കും പരമമായ സെൽഫിലേക്കും പ്രൈം സെൽഫിലേക്കുമുള്ള നമ്മുടെ ആ വികാസം, അതാണ് യാത്ര. അത് ബോധത്തിന്റെ യാത്രയാണ്. അപ്പോ നമ്മൾ ബോധത്തിന്റെ വ്യാപ്തി എത്രത്തോളം കൂടുന്നുവോ ആ കൂടുന്നതിനനുസരിച്ച് സ്വത്വം എന്നുള്ളതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് മനസ്സിലാവുക. ബോധം വികസിക്കണം. ഞാൻ കാറിലേക്ക് ഇരിക്കുമ്പോൾ കാറോളം വികസിച്ച് എന്റെ ബോധം നിലനിൽക്കുന്നത് പോലെ വ്യക്തിയിൽ നിന്ന്, കുഞ്ഞെന്നുള്ളൊരവസ്ഥയിൽ നിന്നും കുടുംബസ്ഥൻ എന്നുള്ളൊരവസ്ഥയ്ക്ക് വികസിക്കുമ്പോൾ നമ്മുടെ സ്വത്വത്തിന്റെ അളവ്, ആഴം മനസ്സിലാകുന്നത് പോലെ ആത്മത്തിന്റെ വികാസം സംഭവിക്കുന്ന സമയത്ത്, ആത്മത്തിന്റെ യാത്ര സംഭവിക്കുന്ന സമയത്ത്, ഈ തലങ്ങൾ തമ്മിലുള്ള ആ വികാസത്തിന്റെ തലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ വികാസം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്വത്വത്തിന്റെ ആഴം മനസ്സിലാവും, ധർമ്മം മനസ്സിലാവും, അതിന്റെ ആ പ്രവർത്തന മണ്ഡലം മനസ്സിലാവും. അവിടെ എല്ലാം തന്നെ നമുക്ക് ആയിരിക്കാൻ കഴിയും. അപ്പോൾ ഇതിലെത്താൻ വേണ്ടിയാണ്, ഈ ഒരു കാര്യത്തിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ ആത്മയാനം എന്നുള്ള പ്രോസസ്സിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിലെ
ആത്മത്തിന്റെ ഏതെല്ലാം തലങ്ങൾ നിങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്? സ്പർശനീയമായിട്ടുള്ള സ്വം എന്താണ്? പൊസസീവ് ആയിട്ടുള്ള, സ്വന്തമാക്കി വെച്ചിട്ടുള്ള, അതായത് ഐ എന്നുള്ളത്, മൈൻ എന്നുള്ളത്, മൈസെൽഫ് എന്നുള്ളത്, ഈ അവസ്ഥകളിലൂടെ എല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എത്തുന്ന ആ ട്രാൻസെൻഡന്റൽ സെൽഫ് എന്താണ്? നോം എന്നുള്ളത്. നാം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? നമ്മളെല്ലാം കൂടെ ചേർന്നതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നാം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പരിശോധന നടത്തുക. അതുമായിട്ട് നമുക്ക് ആത്മജ്ഞാനത്തിന്റെ ഈ ഓരോ ഘട്ടങ്ങളും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അകത്തൂടെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യാം. അതുവരേക്കും ഈ ചിന്താപദ്ധതിയിലേക്ക് നിങ്ങളെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.